അഴീക്കോട് പൊയ്ത്തും കടവിൽ 20-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ആസിഫിനായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. ആസിഫ് ഇപ്പോൾ ദുബൈയിലാണെന്നാണ് സംശയം. ഭർത്താവിന്റെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനു ശേഷമുണ്ടായ പീഡനത്തെ തുടർന്നാണ് റിസ ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കൾ. വളപട്ടണത്തെ 20-കാരി റിസയുടെ ആത്മഹത്യയിൽ ഭർത്താവിനായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി പോലീസ്. റിസ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. എൻ്റെ ഉപ്പാനത്തിൽ പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കയ്യിലാണ്. ഓനങ്ങനെ സുഖിക്കണ്ടാണ്. അന്നെ ഇല്ലാണ്ടാക്കിയിട്ടും സുഖിക്കണ്ടാണ്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളടക്കമുള്ള നവമാധ്യമങ്ങളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കണ്ണൂർ വളപട്ടണത്തെ നമ്മുടെ പൊയ്ത്തുംകടവിൽ ഫാത്തിമത്ത് റിസ എന്ന് പറയുന്ന 20 വയസ്സുള്ള സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും വീഡിയോ ചെയ്തിരുന്നു. മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത ഏറ്റുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വളപട്ടണം പോലീസ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത. കാരണം ആ ഒരു കുടുംബത്തിന് നീതി കിട്ടണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ വീഡിയോ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഏതായാലും സന്തോഷകരമായ ഒരു വാർത്ത. പ്രതിക്കായിട്ട് അവരുടെ ഭർത്താവായ ആസിഫ് എന്ന് പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ ഏതായാലും പുറത്തു വരികയാണ്. ഏതാനും മാസങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, കല്യാണം കഴിച്ചതിന് ശേഷം ചെറിയ ദാമ്പത്യം മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ. ഏകദേശം 8 മാസം മാത്രമാണ് ഈ യുവതിയും അതുപോലെ തന്നെ ആസിഫും തമ്മിലുള്ള ഈ ഭാര്യ ഭർത്താവ് ബന്ധം നീണ്ടുപോയത്. അതിനിടയിൽ തന്നെ യുവതി നേരിട്ട മാനസിക പീഡനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വോയിസ് റെക്കോർഡായിട്ട് നമ്മൾ പുറത്തുവിട്ടിരുന്നു. കേൾക്കുന്ന ഏവരുടെയും നെഞ്ച് തകർന്നു പോകുന്ന രീതിയിലാണ് ആ സഹോദരി പറഞ്ഞത്. കാരണം MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സഹോദരി ആസിഫിനെ വിലക്കിയിരുന്നു. അതിൽ നിന്നാണ് ആസിഫിന് ഈ സഹോദരിയോട് പ്രതികാര ബുദ്ധിയും അതുപോലെ തന്നെ ദേഷ്യവും അതുപോലെ തന്നെ അക്രമവും എല്ലാം തന്നെ അദ്ദേഹം അയച്ചു വിടുന്നതും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോയിസ് മെസ്സേജുകൾ ആ സഹോദരി അവരുടെ സുഹൃത്തുക്കൾക്ക്, കാരണം ഉമ്മയോടും ഉപ്പയോടും എല്ലാം പറയാനുള്ള ഒരു വിഷമത കൊണ്ട് ആ സഹോദരി സുഹൃത്തുക്കൾക്കായിരുന്നു ഈ മെസ്സേജുകളെല്ലാം തന്നെ ഫോർവേഡ് ചെയ്തത്. ആ മെസ്സേജുകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. കേൾക്കാത്തവർക്കായി ഞാൻ വെച്ച് തരാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആ സഹോദരിയുടെ വോയിസ് ക്ലിപ്പ് കേൾക്കാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നമുക്കൊന്ന് കാണാം. എൻ്റെ ഉപ്പാനത്തിൽ പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കയ്യിലാണ്. ഓനങ്ങനെ സുഖിക്കണ്ടാണ്. അന്നെ ഇല്ലാണ്ടാക്കിയിട്ടും സുഖിക്കണ്ടാണ്. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും ഇങ്ങനെ നിൽക്കാനൊക്കെ കഴിയുന്നില്ല. നീ എന്തായാലും ചെയ്ത് തരണം. ഉപ്പയും എന്നെ പഠിക്ക് വിചാരിക്കുമ്പോ ഓനെന്തായാലും ഓൻ എന്നെ പറ്റി കുറ്റം പറഞ്ഞു ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും മനസ്സിൽ വരെ എന്നെ പഠിക്കാക്കും. നീ അങ്ങനെ ചെയ്യാൻ വിടലാണ്. എനിക്ക് എന്നോടാ പറയാൻ കഴിയും. നീ എന്തായാലും പണിയെടുത്ത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ റൂമിൽ ആച്ചിൻ്റെ ഡ്രസ്സ് വെക്കുന്നതിൻ്റെ താഴെ കല്യാണത്തിൻ്റെ ലഹങ്ക വെച്ചതിൻ്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവറുണ്ട്. അതിൽ 2 പേപ്പറുണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നമുക്ക് ഇനിയും നോക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ കരയൂല കുറെ. ഓനിക്ക് സന്തോഷമായിരിക്കും. പക്ഷെ എൻ്റെ ഉപ്പയും കരയൂല. ഇനി ഉപ്പയും ആയാലും ഓൻ്റെ വാക്കിട്ട് തന്നെ ഇതാക്കിയാലും മുബാർ സണ്ടിക്ക് വേണ്ടി കഴിയൂലേ. അതെല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നില്ല. പക്ഷെ എനിക്ക് ചെയ്യാണ്ടിരിക്കാനും കഴിയുന്നില്ല. ചെയ്യാണ്ടിരുന്നിട്ട് എന്തിനാ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഉരുകി തീരാൻ എനിക്ക് കഴിയൂല. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും എത്രമാത്രം സങ്കടകരമായ വോയിസ് റെക്കോർഡുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ സഹോദരി ഒന്നും അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇത്രമാത്രം സങ്കടപ്പെട്ടുകൊണ്ട് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള വോയിസ് മെസ്സേജുകളൊന്നും തന്നെ അയക്കുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ ആ വാപ്പയും ഉമ്മയും അത്രമാത്രം സ്നേഹിക്കുന്ന മകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാനും അവരോട് ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടാനും എല്ലാം ആ സഹോദരിക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. സാധാരണ ഒരു കുടുംബം നിങ്ങൾക്കറിയാം എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞയക്കുക എന്ന്. അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരി ഇതെല്ലാം അവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചത്. ഏതാനും ചെറിയ ദാമ്പത്യം മാത്രമായിരുന്നു നീണ്ടു നിന്നത്. ജനുവരി 8-ാം തീയതിയായിരുന്നു കല്യാണം. അതിനുശേഷം മാർച്ച് മാസത്തിലാണ് ഇദ്ദേഹം ഈ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഈ ഫാത്തിമത്ത് റിസയെ
കണ്ണൂരിൽ നിന്നും ദുബായിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ദുബായിലെത്തിയ ശേഷമാണ് ചെറിയ ദിവസങ്ങൾ 2 മാസം മാത്രമാണ് അവിടെ താമസിച്ചത്. ആ 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ബാത്റൂമിൽ പോയിട്ട് അദ്ദേഹം ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന റിസ കാണുന്നു, അതിനെ വിലക്കുന്നു, അത് പാടില്ല എന്ന് പറയുന്നു. അതോടുകൂടി തന്നെ അദ്ദേഹം തിരിയുന്നു. അതിനുശേഷം 3-4 സുഹൃത്തുക്കളെ കൂടി ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൂട്ടമായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം കാണുകയാണ്. അങ്ങനെ മനസ്സ് പൊട്ടി തകർന്നുകൊണ്ടാണ് റിസ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരുന്നത്. ആ നാട്ടിൽ വന്നതിന് ശേഷവും ആ സഹോദരി ഒരു പ്രാവശ്യം കൈമുറിച്ചിട്ട് മരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമവും പരാജയപ്പെട്ടു. അതിനുശേഷം ഈ വീട്ടുകാർ എന്തുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ, മകൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ, തീർച്ചയായിട്ടും അവരുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇതിൽ ബാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ഉമ്മയും ഉപ്പയും വിളിച്ച് വിവരങ്ങൾ അറിയിക്കണം. ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്, നിങ്ങളുടെ മകൾക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ അവരുടെ വീട്ടുകാരെ അറിയിച്ചില്ല. അതുപോലെ തന്നെ റിസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും അവരുടെ ഉപ്പയോടും ഉമ്മയോടും ഒരു കാര്യവും പറഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷം ജൂലൈ 28-ാം തീയതിയാണ്, നിങ്ങൾ ആലോചിക്കണം, ഏകദേശം ജനുവരി 8-ാം തീയതി മുതൽ ഈ ജൂലൈ 28 വരെയുള്ള ഏകദേശം 8 മാസം മാത്രമാണ് ഇവരുടെ ദാമ്പത്യം നീണ്ടു നിന്നത്. ആ ദാമ്പത്യത്തിനുള്ളിൽ തന്നെ ഇത്രമാത്രം വിഷമതകൾ ആ സഹോദരി ആ വീട്ടിൽ അനുഭവിച്ചു. അതുപോലെ തന്നെ ആസിഫിൽ നിന്നും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പീഡനങ്ങളെല്ലാം സഹിക്കാൻ കഴിയാതെ അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഒരു കത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഞാൻ അനുഭവിച്ച വേദനകളും അതുപോലെ തന്നെ ആസിഫിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടാണ് ആ സഹോദരി അവസാനം ഗത്യന്തരമില്ലാതെ അവരുടെ പൊയ്ക്കാട്ടുള്ള വീട്ടിൽ പോയതിനു ശേഷം 2ാമത്തെ നിലയിൽ കയറിയിട്ട് മരണത്തിന് കീഴടങ്ങിയത്. ഏതായാലും ഇതൊക്കെ നമ്മൾ വ്യക്തമാക്കുന്നത് കുട്ടികളുടെ മനപ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അവർ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ അങ്ങോട്ട് ഉന്തിവിടരുത്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കാര്യങ്ങൾക്ക് തീർപ്പാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതും പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിയുന്നതായിരിക്കും എന്തുകൊണ്ടും നമ്മുടെ കുട്ടികളുടെ ജീവന് നല്ലത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു കാര്യം നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് 2-3 വീഡിയോ ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് മെസ്സേജുകൾ നമുക്കും കിട്ടി. അതിലൊരുപാട് ഭീഷണി സ്വരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തറിയാം, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ വന്നു. അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സ്വന്തം മകൾക്കാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു വേദന അനുഭവിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കുമോ പ്രതികരിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രമാത്രം ഈ വോയിസ് മെസ്സേജൊക്കെ കേൾക്കുന്ന സമയത്ത് ആ സഹോദരി എത്രമാത്രം വേദനകൾ, വിഷമതകൾ ആ വീട്ടിൽ അനുഭവിച്ചു എന്ന് ഏതൊരു മനുഷ്യനും, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് മാത്രം വലിയ വിദ്യാഭ്യാസവും കോമൺ സെൻസിനൊന്നും ആവശ്യമില്ല. ഒരു സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ വീഡിയോ കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കമുള്ള നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഇത് സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീതിക്കായിട്ട് തീർച്ചയായിട്ടും ഉണർന്ന് പ്രവർത്തിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിക്കും. അതുതന്നെയാണ് ഏതായാലും ഇന്ന് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മനോരമ ചാനലും അതുപോലെ തന്നെ മീഡിയ വണ്ണും അതുപോലെ തന്നെ ബിഗ് ടിവിയും മലയാളത്തിൻ്റെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത കോട്ട് ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളും ഇത് ഷെയർ ചെയ്ത് മാക്സിമം കാണുക. നമുക്ക് ഈ ലുക്കൌട്ട് നോട്ടീസുമായിട്ട് ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയുടെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ഫാത്തിമത്ത് റിസ ജീവനൊടുക്കുന്നത്. പൊയ്ത്തുംകടവിലെ സ്വന്തം വീട്ടിലെ 2ാം നിലയിൽ ആ കിടപ്പുമുറിയിലായിരുന്നു ജീവനൊടുക്കിയത്. അന്ന് തന്നെ ആസിഫ് ദുബായിലേക്ക് കടന്നുവെന്നാണ് ഈ കേസ് അന്വേഷിക്കുന്ന വളപട്ടണം പോലീസ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. എത്രയും വേഗം ആസിഫിനെ വിദേശത്ത് നിന്ന് തിരികെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് വളപട്ടണം പോലീസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. ഈ ഫാത്തിമത്ത് റിസയുടെ ശബ്ദ സന്ദേശം, അതായത് ഭർത്താവിൽ നിന്ന് വലിയ പീഡനം നേരിട്ടിരുന്നുവെന്ന ശബ്ദ സന്ദേശം, കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് എല്ലാത്തിനും കുറ്റം പറയുന്ന, എല്ലാത്തിനും ചീത്ത പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഭർത്താവിൽ നിന്ന്. മാത്രമല്ല താൻ ദുബായിൽ വെച്ച് ഈ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നത് നേരിൽ കണ്ടു. ഇത് ചോദ്യം ചെയ്തപ്പോഴൊക്കെ തന്നെ തുടർച്ചയായി മർദ്ദിക്കുകയായിരുന്നു എന്ന കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഫാത്തിമത്ത് റിസയുടെ ആത്മഹത്യാക്കുറിപ്പും കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിലെല്ലാം ഭർത്താവ് തന്നോട് ചെയ്ത ക്രൂരതകൾ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്ന് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും വിവരങ്ങളെല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണണം. അധികാരികളെല്ലാം ഇത് കാണട്ടെ. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന്
ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ആസിഫ് എന്ന് പറയുന്ന ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി സാധിക്കണം. അതിന് ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ശ്രമങ്ങളും അവർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദേശത്താണ്, ദുബൈയിലാണ്. അവിടെ നിന്ന് നാട്ടിലെത്തിച്ച ശേഷമായിരിക്കും അറസ്റ്റ് ചെയ്ത ശേഷം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഈ വോയിസ് റെക്കോർഡുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ ആസിഫിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. ഏതായാലും 100% പച്ചവെള്ളം പോലെ അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള പങ്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഒന്നുമില്ലാത്ത ഒരു പ്രശ്നമുള്ള ഒരു വീട്ടിൽ ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ടുള്ള മരണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഒരു സഹോദരിക്കും ഉണ്ടാവുകയില്ല. 20 വയസ്സ് മാത്രമാണ് പ്രായം, 8 മാസം മാത്രമാണ് ദാമ്പത്യം. നിങ്ങൾ ആലോചിക്കണം, പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചതാണ്. അതിനുശേഷം 8 മാസം കഴിയുന്നതോടുകൂടി ഇത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ സഹോദരിക്ക് പോകേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ വരുത്തിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരനായ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അടക്കമുള്ള കുടുംബക്കാരെ ഏതായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനത്തിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് കൊടുത്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടും മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.